നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടാ ഇത്? സുജാത ആന്റിയുടെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ച് നിത്യേന നമ്മൾ സംസാരിക്കാറുള്ളതല്ലേ? ജീവൻ ഒരു അപകടകാരിയാണെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു തന്നു. എന്നിട്ടാണോ നീ അങ്ങനെയൊക്കെ കാണിച്ചത്? സോറി ചേച്ചി, നിന്റെ സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട. ഈ പ്രായത്തിലെ പ്രണയത്തിന്റെ തീവ്രതയൊക്കെ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ തമ്മിൽ കാണുക പോലും ചെയ്യരുത്. സോറി ചേച്ചി. അങ്ങനെ ഒരാളുടെ കൂടെ നിത്യ ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എത്ര തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവളെ വീണ്ടും നരകത്തിലേക്ക് ചവിട്ടിയിടുകയാണോ നീ? എന്റെ കാര്യം വിട്ടേക്ക്. ഒരു ജന്മം മുഴുവൻ കരയാൻ വേണ്ടിയാ എന്നെ സൃഷ്ടിച്ചത് തന്നെ. പക്ഷെ ഇപ്പൊ ജ്യോതിയുടെ അവസ്ഥ എന്താണെന്നറിയോ സാറയ്ക്ക്? ഇവര് തമ്മിൽ സംസാരിക്കുന്നതും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും വേറെ ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്നു. അവര് ഫോട്ടോസ് അയച്ചു കൊടുത്ത് ജ്യോതിയെ ഭീഷണിപ്പെടുത്തുന്നു. ഏത് നിമിഷവും ജീവനെയും കുടുംബത്തിനെ അത് കാണിക്കുന്നു പറഞ്ഞ് വരട്ടുന്നു. ഇന്ന് അവളെ വീട്ടിലേക്ക് വന്ന് കയറിയത് സകലതും നഷ്ടപ്പെട്ടവളെ പോലെയാ. 4-5 ദിവസത്തെ പ്രണയത്തിന്റെ കൂലി. ജ്യോതി എന്നോടത് പറഞ്ഞു. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ച് അയാളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവര് ഒരു ബുദ്ധിയില്ലാത്തവരാണല്ലോ. നീ വിളിക്കുമ്പോ ഫോൺ എടുത്ത് സംസാരിക്കാൻ. ഒരു കാര്യം ഞാൻ പറയാൻ മനു, ആ ഫോട്ടോസ് ഏതെങ്കിലും ജീവൻ കണ്ടാൽ സ്വന്തം അനുജത്തിയാണെന്നൊന്നും നോക്കില്ല അയാള്. ആ പെൺകുട്ടിയെ കൊല്ലും. അഥവാ അത് കാണുന്നത് ആ കുടുംബം മൊത്തത്തിലാണെങ്കിൽ അവള് സ്വയം ഇല്ലാതാവും. നിങ്ങൾക്കൊരു തോന്നലുണ്ടല്ലോ എന്ത് കാര്യത്തിന് നേരിടാൻ ധൈര്യമുണ്ടെന്ന്. അതൊക്കെ വെറുതെയാ. കൊള്ളാവുന്ന ഒരു പ്രശ്നം വന്നാല് നേരിടാനാവാതെ തളർന്നു കിടക്കും നിങ്ങള്. ജ്യോതി ഇപ്പൊ ആ അവസ്ഥയിൽ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ചേച്ചി പേടിക്കണ്ട. അവളെ ബുദ്ധിമുട്ടിക്കുന്ന ആരായാലും എങ്ങനെയെങ്കിലും ഞങ്ങളത് കണ്ടെത്തും. കണ്ടെത്തിയ നല്ലത്. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ പോലും പറ്റില്ല. സാറാ, ഞാനിന്ന് വീട്ടിലേക്ക് പോവാം. പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും വേണം. നിത്യ, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുവദിക്കുകയും ചെയ്യില്ലായിരുന്നു. എന്തായാലും സംഭവിച്ചു പോയില്ലേ. ഇനി മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നോക്കാം. നിത്യ പോയിട്ട് വാ. വേറെ ഒരു പണിയില്ലായിരുന്നോടാ നിനക്ക്? ചേച്ചി, എടാ, നിങ്ങൾ ആണും പെണ്ണും ഇടകലർന്ന് നടക്കുമ്പോ അത് ഞങ്ങൾ അനുവദിച്ചു തരുന്നില്ലേ? അപ്പോ എന്തായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ? നിങ്ങൾ തമ്മിൽ തെറ്റായ ഒരു കാര്യവും സംഭവിക്കില്ലെന്ന്, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ വളരുമ്പോ സ്വാതന്ത്ര്യം തന്നവര് അത് തെറ്റായി പോയെന്ന് തന്നെ കരുതും. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. ജ്യോതിക്ക് ഇനി ഒരു ഭീഷണി സന്ദേശവും വരാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. മനസ്സിലായോ നിനക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.